ശബരിമല സ്വർണ്ണപ്പാളി വിവാദത്തിൽ ഗുരുതര പരാമർശങ്ങളുമായി ഹൈക്കോടതി ഉത്തരവ്. ഉണ്ണികൃഷ്ണൻ പോറ്റി തിരുവിതാംകൂർ ദേവസ്വം ബോർഡ് പ്രസിഡന്റിന് അയച്ച ഇമെയിൽ സന്ദേശം ഞെട്ടിക്കുന്നതെന്ന് ഹൈക്കോടതി. 2019 ഇമെയിൽ അയച്ചത്. അധിക സ്വർണം മറ്റാവശ്യങ്ങൾക്ക് ഉപയോഗിക്കാൻ ഉണ്ണികൃഷ്ണൻ പോറ്റി ദേവസ്വം ബോർഡ് പ്രസിഡന്റിന്റെ അനുമതി തേടി. ഒരു പെൺകുട്ടിയുടെ വിവാഹ ആവശ്യത്തിന് ഉപയോഗിക്കാനാണ് അനുമതി തേടിയത്. ഇത് ആശങ്കയുണ്ടാക്കുന്നതെന്ന് ഹൈക്കോടതി. വിജിലൻസ് റിപ്പോർട്ട് അനുസരിച്ച് പ്രഥമ ദൃഷ്ട്യാ കുറ്റകൃത്യമുണ്ടെന്നും ഹൈക്കോടതി. ADGP H. വെങ്കിടേഷിന്റെ നേതൃത്വത്തിൽ പ്രത്യേക അന്വേഷണ സംഘത്തെ ഹൈക്കോടതി ദേവസ്വം ബെഞ്ച് നിയോഗിച്ചു. അഹമ്മദ് മുസ്തഫ ചേരുന്നു. മുസ്തഫ, ഈ പരാമർശങ്ങൾ, പ്രത്യേകിച്ച് ഈ ഇമെയിലുള്ള കാര്യങ്ങൾ പുറത്തു വരുമ്പോൾ സ്വർണം മോഷ്ടിച്ചു ഇല്ലെങ്കിൽ മറ്റൊരാവശ്യത്തിന് ആ സ്വർണം ഉപയോഗിച്ചു എന്നുള്ളത് കുറച്ചുകൂടി വ്യക്തമാവുകയാണ്. എന്തൊക്കെയാണ് കോടതിയുടെ കണ്ടെത്തലുകൾ? ഈ ഉത്തരവിന്റെ വിശദാംശങ്ങളാണ് നമ്മളിപ്പോൾ പുറത്തുവിടുന്നത്. ഒന്ന്, ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം, ഈ 2019 ഡിസംബറിൽ ഒരു ഇമെയിൽ സന്ദേശം ഈ സ്പോൺസർ കൂടിയായിട്ടുള്ള ഉണ്ണികൃഷ്ണൻ പോറ്റി ദേവസ്വം പ്രസിഡന്റിന് അയച്ചിട്ടുണ്ട്. അതിൽ പ്രധാനമായി പറയുന്നത്, ഒരു പെൺകുട്ടിയുടെ വിവാഹ ആവശ്യത്തിന് വേണ്ടി ഉപയോഗിക്കാൻ ഈ ബാക്കിയുള്ള ഈ ദ്വാരപാലക ശില്പങ്ങളിലെ സ്വർണം രണ്ടാമത് അത് ചെയ്തതിനു ശേഷം ബാക്കിയുള്ള ചില സ്വർണമുണ്ട്, അത് ഉപയോഗിക്കാൻ അനുമതി തേടിക്കൊണ്ടാണ് ആ ഇമെയിൽ അയച്ചിട്ടുള്ളത്. ഇതിന്റെ ഉള്ളടക്കം ആശങ്ക ഉളവാക്കുന്നതാണ്, അല്ലെങ്കിൽ ഞെട്ടിപ്പിക്കുന്നതാണ് എന്നാണ് ഹൈക്കോടതി ഉത്തരവിൽ പറയുന്നത്. അതായത് ഈ ദേവസ്വം പ്രസിഡന്റിന് അന്ന് 2019 അയച്ച ഇമെയിൽ സന്ദേശത്തിന്റെ ഉള്ളടക്കത്തിലുള്ളത്, ശ്രീകോവിലിന്റെ പ്രധാന വാതിലിന്റെയും ദ്വാരപാലകരുടെയും സ്വർണ്ണപ്പണി പൂർത്തിയാക്കിയ ശേഷം കുറച്ച് സ്വർണം ബാക്കിയുണ്ട്. ഒരു പെൺകുട്ടിയുടെ വിവാഹത്തിന് ഇത് ഉപയോഗിക്കാൻ ആഗ്രഹിക്കുന്നു. അതിന്റെ ബോർഡിന്റെ ആ കാര്യത്തിലുള്ള അഭിപ്രായം എന്താണ് എന്നറിയാനാണ് ഈ ഇമെയിൽ സന്ദേശം അയച്ചിട്ടുള്ളത്. അതിന് മറുപടിയായി ദേവസ്വം സെക്രട്ടറി ഒരു കത്ത് അയച്ചിട്ടുണ്ട്. 2019 ഡിസംബർ 17 ദേവസ്വം സെക്രട്ടറിയുടെ കത്ത്. അതുകൊണ്ട് തന്നെ കോടതി ഒരു നിരീക്ഷണത്തിലെത്തുകയാണ്. ഇങ്ങനെ ഈ വിഷയവുമായി ബന്ധപ്പെട്ട് ഇത് ഈ സ്വർണ്ണപ്പണി ചെയ്തതിനു ശേഷം ദ്വാരപാലക ശില്പങ്ങളുടെ സ്വർണ്ണപ്പണി പൂർത്തിയാക്കിയതിനു ശേഷം ചില സ്വർണം ബാക്കിയുണ്ട് എന്ന് പറയുമ്പോൾ അത് ഈ സ്വർണ്ണപ്പണിയിൽ നിന്ന് മിച്ചം വന്നതാണ്, അത് മറ്റൊരാവശ്യത്തിന് ഉപയോഗിക്കുന്നു എന്ന് പറയുന്നത് അങ്ങേയറ്റം ഞെട്ടലുണ്ടാക്കുന്നു എന്നാണ് കോടതി പറയുന്നത്. അങ്ങനെയെങ്കിൽ അത് ഗുരുതരമായിട്ടുള്ള വിഷയമാണ്. അത് നേരത്തെ മുൻപുണ്ടായിരുന്ന മുൻ ദേവസ്വം ബോർഡ് പ്രസിഡന്റ് ഇല്ലെങ്കിൽ ഉദ്യോഗസ്ഥർ അറിഞ്ഞുകൊണ്ട് സംഭവിച്ചിരിക്കുന്ന കാര്യങ്ങളാണ്. ഇതെന്തുകൊണ്ട് രേഖപ്പെടുത്താതെ പോയി, എന്തുകൊണ്ട് അത്തരത്തിൽ കൃത്രിമം കാണിച്ചു, ഇല്ലെങ്കിൽ അതിലൊരു മറ വെച്ചുകൊണ്ട് കാര്യങ്ങൾ നടത്തി എന്നൊക്കെയുള്ള കാര്യങ്ങൾ അറിയേണ്ടതുണ്ട്. ഏതു തരത്തിലായിരിക്കും ഇനി ആ വിഷയങ്ങളിൽ പുതിയ സംഘം അന്വേഷണം നടത്തുക? ധന്യ നേരത്തെ സൂചിപ്പിച്ചതുപോലെ, ധന്യ പറഞ്ഞു വന്നതുപോലെ 1999 വിജയ് മല്യ ദ്വാരപാലിക ശില്പങ്ങളിൽ ആവരണം ചെയ്തത് 1.564 കിലോഗ്രാം സ്വർണം, അതായത് 1.5 കിലോയിലധികം സ്വർണം അത് ഉപയോഗിച്ചതായി രേഖകളുണ്ട്, വ്യക്തമായ രേഖകളുണ്ട്. പക്ഷേ ഇപ്പോൾ വന്നിരിക്കുന്ന ഈ പ്രശ്നങ്ങൾക്ക് അത് തിരുവിതാംകൂർ ദേവസ്വം ബോർഡിലെ ചില ഉദ്യോഗസ്ഥർ കൂടി അറിഞ്ഞുള്ളതാണ് എന്ന് കോടതി കൃത്യമായി തന്നെ പറഞ്ഞു വെക്കുന്നുണ്ട്. കാര്യം കോടതി ഒരു ഭാഗത്ത് പറയുന്നുണ്ട്, ഇതിന്റെ ഉത്തരവാദിത്തം വെറും സ്പോൺസർക്കോ അല്ലെങ്കിൽ ഇപ്പോൾ ഈ സ്വർണ്ണപ്പണി നടന്നുകൊണ്ടിരിക്കുന്ന ചെന്നൈയിലെ ഒരു സ്ഥാപനമുണ്ട്, സ്മാർട്ട് ക്രിയേഷൻസ് എന്ന് പറയുന്നത്, അവർക്ക് മാത്രമല്ല, മറിച്ച് ചില ദേവസ്വം ബോർഡിലെ ചില ഉദ്യോഗസ്ഥരിലേക്കും സംശയം പോകുന്നുണ്ട്. ഇടപാടുകളിലും നിയമവിരുദ്ധമായ സ്വർണം കൈമാറുന്നതിലുമൊക്കെ ഉദ്യോഗസ്ഥർക്ക് ഒരു രഹസ്യ സ്വഭാവമുണ്ടെന്ന് ചില ആശയവിനിമയങ്ങളും രേഖകളും വെളിപ്പെടുത്തുന്നു. മാത്രമല്ല 2019 പ്ലേറ്റിംഗിന് ശേഷം തിരികെ നൽകിയ സ്വർണ്ണപ്പാളികൾ ഉദ്യോഗസ്ഥർ തൂക്കി നോക്കിയിട്ടില്ല. മാത്രമല്ല ദേവസ്വം മാനുവലുകളുടെ നഗ്നമായ ലംഘനം ഇക്കാര്യത്തിലുണ്ടായി. അങ്ങനെ ഗുരുതര പരാമർശങ്ങളാണ് ഇതിനകത്ത് നടത്തുന്നത്. മാത്രമല്ല ചില കാര്യങ്ങൾ കൂടി, ഏറ്റവും ഞെട്ടിപ്പിക്കുന്ന ഒരു കാര്യം കോടതി പറയുന്നത്, സാമ്പത്തിക നേട്ടം മുൻനിർത്തി ദ്വാരപാലക ശില്പങ്ങളിലെ സ്വർണം വിറ്റിട്ടുണ്ടാകാം എന്ന് കോടതി പറയുന്നുണ്ട്. അതിനുള്ള സാധ്യത കൂടുതലാണ്. അങ്ങനെ ഈ തട്ടിപ്പിന് ഉത്തരവാദികളായ ആളുകൾ അത് ദുരുപയോഗം ചെയ്തു എന്ന് വളരെ വ്യക്തമായി തന്നെ സംശയിക്കേണ്ടിയിരിക്കുന്നു. അതുകൊണ്ടാണ് കല്യാണം നടത്താനാണ് പോറ്റി ശബരിമലയിലെ സ്വർണം എടുക്കാൻ ആവശ്യപ്പെട്ടത്. ഒരു പെൺകുട്ടിയുടെ എന്ന് മാത്രമാണ് അതിനകത്ത് പറയുന്നത്. ഏതെങ്കിലും തരത്തിൽ ഇന്ന ആൾ എന്നതിനകത്ത് പ്രത്യേകമായി തന്നെ മെൻഷൻ ചെയ്യുന്നില്ല. മറിച്ച് അതിനകത്ത് ഒരു പെൺകുട്ടിയുടെ വിവാഹം നടത്താൻ ഇതിനകത്ത് ബാക്കിയുള്ള സ്വർണം ഉപയോഗപ്പെടുത്താൻ താല്പര്യപ്പെടുന്നു എന്ന് മാത്രമാണ് അതിനകത്ത് പറയുന്നത്. ആ ഇമെയിൽ സന്ദേശത്തിലുള്ളത് ഒരു പെൺകുട്ടിയുടെ മാത്രം എന്നാണ് അതിനകത്ത് പറയുന്നത്. അതിനുശേഷം കത്തയച്ച ഈ വിഷയവുമായി ബന്ധപ്പെട്ട് ദേവസ്വം സെക്രട്ടറി തന്നെ അത് ബോർഡ് അംഗങ്ങൾക്ക് അല്ലെങ്കിൽ മറ്റുള്ള ആളുകൾക്ക് അതുമായി ബന്ധപ്പെട്ട് നടത്തിയ ഒരു കമ്മ്യൂണിക്കേഷൻ കോടതി മലയാളത്തിൽ തന്നെ എക്സ്ട്രാക്ട് ചെയ്തിട്ടുണ്ട്. അതിനകത്ത് പറയുന്നത്, ശബരിമല ശ്രീകോവിലിലെ വാതിലിനും ദ്വാരപാലകർക്കും സ്വർണം പൂശിയത് കഴിച്ച് സ്പോൺസറായ ഉണ്ണികൃഷ്ണൻ പോറ്റിയുടെ വശം നീക്കിയിരിപ്പുള്ള സ്വർണം തിരുവിതാംകൂർ ദേവസ്വം ബോർഡുമായി സഹകരിച്ച് വിനിയോഗിക്കുന്നതിൽ സംബന്ധിച്ച് സൂചനയായി അപേക്ഷ ലഭിച്ചിട്ടുള്ളതാണ്.
അതിന്റെ പകർപ്പ് ഇതോടെ അയക്കുന്നത്. നേരത്തെ നമ്മൾ പറഞ്ഞ ഉണ്ണികൃഷ്ണൻ പോറ്റിയുടെ മെയിൽ ആയത് സംബന്ധിച്ച് താങ്കളുടെ അഭിപ്രായം അറിയുവാൻ താല്പര്യപ്പെടുന്നു. ഇതാണ് കോടതി അതിനിശ്ചിതമായി വിമർശിക്കുന്നത്. നേരത്തെ ഒരു മെയിൽ അയച്ചു. ആ മെയിലിൽ ഒരു പെൺകുട്ടിയുടെ വിവാഹം നടത്താൻ ഈ സ്വർണം പണി കഴിച്ചതിന് ശേഷം മിച്ചമുള്ള സ്വർണം ഉപയോഗിച്ച് ശബരിമലയിലെ ഈ പ്രധാനപ്പെട്ട കവാടം, ദ്വാരപാലക ശില്പം, ഇതിന്റെ സ്വർണ്ണപ്പണികൾ അതിന്റെ മെയിന്റനൻസ് ചെയ്തതിന് ശേഷം മിച്ചം വന്ന സ്വർണം സ്വാഭാവികമായും അത് ഇതിൽ നിന്ന് ഉള്ളതാണ് എന്ന് തന്നെ സംശയിക്കേണ്ടിയിരിക്കുന്നു എന്നാണ് ഈ ഇമെയിലിന്റെ ഉള്ളടക്കം വെച്ച് കോടതി പറയുന്നത്. വിവിധ സംശയങ്ങളിലേക്ക്, വിവാദങ്ങളിലേക്ക് കൂടുതൽ കാര്യങ്ങൾ എത്തുന്നു എന്നുള്ളതാണ് ഇതുവരെ പ്രതികരിച്ചിരുന്നത്. ഇപ്പൊ നേരത്തെ നമ്മൾ സൂചിപ്പിച്ചതുപോലെ നേരത്തെ ഉണ്ടായിരുന്ന ദേവസ്വം ബോർഡ് പ്രസിഡന്റ് പോലും ഇക്കാര്യത്തിൽ പലതവണ പ്രതികരിച്ചിട്ടും ഇതിനെക്കുറിച്ചൊന്നും യാതൊരു വിധത്തിലും പ്രതികരണം നടത്തിയില്ല എന്നുള്ളതാണ്. അത് ദുരൂഹത കൂട്ടിക്കൊണ്ടിരിക്കുന്നു. ഇത്രയധികം കാര്യങ്ങൾ കോടതിയുടെ മുന്നിൽ എത്തുമ്പോൾ എങ്ങനെയായിരിക്കും ഇനി അന്വേഷണം? കോടതി തന്നെ നിയോഗിച്ച സംഘം ഏത് തരത്തിലായിരിക്കും അന്വേഷണങ്ങൾ നടത്തുക? ആരിലേക്കൊക്കെ ആയിരിക്കും ഇനി ആരെയൊക്കെ ചോദ്യം ചെയ്യേണ്ടതുണ്ടാകും, ആരെയൊക്കെ സംശയിക്കേണ്ടതുണ്ട് വിഷയത്തിൽ എന്നതൊക്കെയുള്ള കാര്യങ്ങളാണ്. മാത്രവുമല്ല, ഇത് ഭക്തരെ സംബന്ധിച്ച് വളരെ വൈകാരികമായിട്ടുള്ള വിഷയങ്ങളിലേക്ക് കൂടി കാര്യങ്ങൾ കടക്കുന്നു എന്നുള്ളതാണ് പ്രധാനപ്പെട്ട കാര്യം. മുഹമ്മദ് മുസ്തഫയാണ് വിശദാംശങ്ങൾ നൽകിയത്.